പറയുമ്പോഴും നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീര പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ വായിൽ കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം. ഒരു പക്ഷേ സത്യം പറയാം, മറ്റൊരു പക്ഷേ കള്ളം പറയാം, വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലും കാര്യങ്ങളെ വളച്ചൊടി സംസാരിക്കാം. എന്നാൽ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ ശരീര പ്രകൃതി അത് സത്യം മാത്രമേ കാണിക്കുകയുള്ളൂ. നമ്മുടെ കള്ളം പറയുമ്പോൾ നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ എല്ലാം ഓരോരോ മാനരസങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ അതിനകത്തിലേക്ക് ഉണ്ടാവും. എന്നാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് പച്ചക്കള്ളവുമായിരിക്കും. അതുപോലെ തന്നെയാണ് മേജർ രവി പറയുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മേജർ രവി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിലെല്ലാം മേജർ രവി പറയാതെ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. എൻ്റെ കൂട്ടത്തിലുള്ളവൻ്റെ അച്ഛൻ ഈ കോരൻ്റെ മകൻ, കൂലിപ്പണിക്കാരൻ, അല്ല കൊല്ലൻ്റെ മകൻ എന്നൊക്കെ പറയുമ്പോഴും അവരുടെയൊക്കെ പേരെടുത്താണ് ആദ്യം തന്നെ മേജർ രവി പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല, അത് അയാളുടെ സംസ്കാരം. അയാൾ ഒരാളുടെ അച്ഛനെ വിളിക്കുന്നത് അച്ഛനെന്ന് പോലും വിളിക്കാനായിട്ട് അയാൾക്ക് താല്പര്യപ്പെടുന്നില്ല. അയാൾ പറയുന്നത് അവൻ്റെ മകൻ, ഇവൻ്റെ മകൻ എന്നൊക്കെയാണ് പറയുന്നത്, പേരെടുത്താണ് പറയുന്നത്. അപ്പോൾ കൊല്ലൻ എന്നൊരു പേരും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കാളെ, ഞങ്ങളുടെ വീട്ടിലെ ഈ കന്നിനെ നോക്കുന്ന അല്ലെങ്കിൽ ഈ പറമ്പ് കിളയ്ക്കുന്ന വ്യക്തിയുടെ മകൻ, ഇവന്മാരൊക്കെയാണ് എൻ്റെ കൂട്ടുകാരന്മാർ, അങ്ങനെയാണ് ഇങ്ങനെ